ഇന്ന് 31 2024 അവസാന ദിവസം. ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഗോവയിലേക്ക്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയി. 4:30 കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. ഇപ്പോൾ എത്താറായി. ഒരു 3 മണിക്കൂറും കൂടി ഉള്ളൂ ഗോവയിലേക്ക് എത്താനായിട്ട്. ഇന്ന് ഗോവയിൽ അടിച്ചു പൊളിക്കും. ഗോവയിലെ ന്യൂ ഇയർ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നതല്ലേ, കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ 2024 എങ്ങനെയുണ്ടായിരുന്നു ആമിക്കുട്ടി പറ? കേരളത്തിലേക്ക് വന്ന് നമ്മൾ അല്ലേ, പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്ത്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, പുതിയ ടീച്ചേഴ്സിനെ കിട്ടി, പറയേ പുതിയ രീതി അല്ലേ? അങ്ങനെ അടിപൊളിയായിരുന്നു ആമിയുടെ 2024. സൂപ്പറായിരുന്നോ? ഉറക്കി പറ. യെസ് ഓർ നോ? ആയിരുന്നല്ലേ. പക്ഷെ നമുക്ക് 2024 വലിയ ഇഷ്ടപ്പെട്ടില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 2024 നല്ലതായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്കത്ര നല്ലതായിരുന്നില്ല. ഇന്നത്തോടുകൂടി കഴിയണം സമാധാനം. ഇനി 2025 നമുക്ക് 2024 നല്ലതായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു. അങ്ങനെ എല്ലാവരും ലൈഫിലുണ്ടാവുന്ന പോലെ തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മളിപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2025 അടിപൊളിയായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ലേ അമ്മക്കുട്ടി? 2025 മൊത്തം പൊളിക്കും. ആണോ? അയ്യോ കുട്ടിയെ ഉറക്കം വന്നിട്ടെന്ന് തോന്നണോ? അപ്പോൾ നമുക്കിനി നെരുമ്പെടുത്തിട്ട് കാണാം. ഓക്കെ. നമ്മുടെ നാട്ടിലേക്ക് ഈ സമയത്ത് നേരം വെളുത്താണോ അല്ലേ? പെട്ടെന്ന് വെച്ചിട്ടുണ്ടാവില്ലേ? ഡിസംബർ അങ്ങനെ നമ്മൾ ഗോവ എത്തി ഗൈസ്. അവസാനം ഗോവ എത്തിയില്ലേ? എല്ലാവരും കറങ്ങാൻ പോയി നോക്കും. എല്ലാവരും കറങ്ങാൻ പോയി. ബീച്ചാണോ? ആലർക്കായിരിക്കും. ഞാൻ നോർത്ത് ഗോവയിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ വേറെ സൈഡിലേക്ക് പോകും. കാരണം എല്ലാ സൈഡും നമുക്ക് കാണണം. കഴിഞ്ഞ തവണ നമുക്ക് ഒരു സൈഡ് മാത്രമേ കണ്ടുള്ളൂ. ഇത് 2ാമത്തെ തവണയാണ് ഞാൻ ഗോവയിൽ വരുന്നത്. അത് മഴയുള്ള ടൈമായിരുന്നു. അങ്ങനെ കുഴപ്പമുണ്ടായില്ല അല്ലേ? ഏട്ടത് 3ാമത്തെ തവണയല്ലേ? ഗോവ മെയിനായിട്ട് നമ്മൾ 2 സീസണിലാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. ഒന്ന് ന്യൂ ഇയർ, മറ്റൊന്ന് മഴ സീസണിൽ. മഴ സീസണിൽ ഓൾറെഡി ഞങ്ങൾ വന്നു. ഇനിയിപ്പോൾ ന്യൂ ഇയർ ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ എങ്ങനെയാണ് നോക്കണം. എല്ലാ സൈഡും കാണണം. ഇനി ഗോവയിലേക്ക് വരരുത്, അതുപോലെ എല്ലാ സൈഡും കാണാം. അല്ലേട്ടാ? അല്ലേ ആമിക്കുട്ടി? ആമിക്കുട്ടി എന്തിനാ വിഷമിച്ചിരിക്കണേ? പറഞ്ഞേ, എന്താണ് വിഷമിച്ചിരിക്കണേ? ആമിക്കുട്ടി വിഷമിച്ചിരിക്കണം. ആമിക്കുട്ടി എടുത്ത് ഞാൻ ഒരു ബിസ്ക്കറ്റ് എടുത്ത് തരാൻ പറഞ്ഞിട്ട് തന്നില്ല. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ കെട്ടന്ന് മലന്ന് അപ്പുറത്തുനിന്ന് ഞാൻ ബിസ്ക്കറ്റ് എടുത്ത് കഴിഞ്ഞിവിടെ വന്നപ്പോൾ അമ്മ ബാക്കിൽ നിന്ന് വന്നിട്ട് എനിക്ക് അവർക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബിസ്ക്കറ്റ് കൊടുത്തില്ല. അതിനാണ് അമ്മയ്ക്ക് ദേഷ്യം വന്നത് അല്ലേ? ആമ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എങ്ങനെ തീർത്താലോ എന്ന് കരുതില്ലായിരിക്കും. വിഷമിച്ചിരിക്കല്ലേ? ബിസ്ക്കറ്റ് നമ്മൾ ഒരെണ്ണം തീർന്നു, നമ്മൾ വേറെ മേടിക്കും. തീർന്നിട്ടില്ല, ഇനി എൻ്റെ ഉണ്ട്. അടിപൊളി. റൈറ്റ് സൈഡ് ഇതാണ് തോന്നുന്നു കേട്ടാ അവർക്ക് പറയാറുള്ള അമ്പലം. ആണോ? ഇത് പാർക്കും ഉണ്ടല്ലോ അമ്പലത്തില് പാർക്ക. ശിവനാണ് പ്രതിഷ്ഠ അല്ലേ? ഇവിടെ വരുമ്പോഴൊക്കെ ആൾക്കാർ എന്നോട് കുറച്ചൊരു പറഞ്ഞു ഇവിടെ അമ്പലമുണ്ട്. ഏതാണ് അമ്പലം എന്നൊന്നും അറിയില്ല. ഇപ്പോഴാണ് അമ്പലം കാണുന്നത്. നോർത്ത് സൈഡാണ് ഇത്. നമ്മൾ വന്നത് ഇങ്ങേറ്റത്താണ്. അപ്പോൾ ഇവിടെയാണ് ആ അമ്പലം. ശിവനാണ് പ്രതിഷ്ഠ. ഇവിടെ ഉണ്ടല്ലോ ഒരു അമ്പലം. ഇവിടെ കുറേ അമ്പലങ്ങളുണ്ടല്ലോ. ഓരോ നാട്ടിലും ഓരോരോ പ്രത്യേകതകൾ. കൊള്ളാം. നമ്മുടെ പണ്ടത്തെ ഇതുപോലെ ഉണ്ട്, ചെറായി റൂട്ടൊക്കെ പോലെ.
ചെറായി, നമ്മുടെ 7ാമത്തെ സ്റ്റേറ്റ്. ഇത് 7ാമത്തെ സ്റ്റേറ്റ്. നല്ല നല്ല കാലാവസ്ഥ. രാവിലെ എത്തിയപ്പോൾ 8 മണി ആവായിട്ടില്ല, 7:15 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളിവിടെ എത്തി. ഇങ്ങനെ നേരെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുന്നേ ഉള്ളൂ. ഇവിടെ സൂര്യൻ ഉദിക്കാൻ കുറച്ച് ലേറ്റ് ആവുന്ന പറഞ്ഞല്ലേ. ഇത് ഡിസംബർ ആയതുകൊണ്ടായിരിക്കും. തണുപ്പല്ലേ, സൂര്യൻ അങ്ങോട്ട് പറയുന്നുണ്ടാവും. സൂര്യനും വലിയ ഉറക്കമൊക്കെ. 3 മണിക്കൂർ എടുത്തുള്ളൂ. 4 മണിക്കൂർ വേണ്ടി ഇരുന്ന് പറഞ്ഞിട്ട് 3 മണിക്കൂർ എടുത്തുള്ളൂ. പക്ഷേ കാട്ടിക്കൂടെ വന്നപ്പോൾ ഞാൻ പേടിച്ചിട്ടാ. ആ കാട് കണ്ടപ്പോഴേ റോഡും ശരിയല്ല, കാട് എന്ത് കാടായിരുന്നു. അതും ചെറിയ റോഡ്. 2 വണ്ടിയൊന്നും വരുന്നില്ല. പിന്നെ കുതിര വണ്ടി പോകുന്നുണ്ട് ഇടയ്ക്ക്, കരിമ്പും കൊണ്ട് കുതിരകൾ പോകുന്നുണ്ട് ഇടയ്ക്ക്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണുന്നത്. 2 അപ്പുറത്ത് എന്താണെന്ന് പോലും അറിയില്ല അല്ലേ, ഇരുട്ടായിട്ട്. ആമി ഇതുവെല്ലാം കറങ്ങിയാ കാട്ടി കൂടെ നമ്മൾ വന്നത്. ഇവിടുത്തെ റോഡൊക്കെ ചെറിയ റോഡാട്ടോ. അങ്ങനെ നമുക്കിനി നേരെ ബീച്ചിലേക്കല്ലേ കേട്ടോ നമ്മൾ പോന്നെ. നേരെ ബീച്ചിലേക്ക് പോകാം. നമ്മളങ്ങനെ ഗോവയിലെത്തി. അതിരാവിലെ ഗോവയിൽ ക്യൂറിൻ കേവോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ കേവ് കാണാൻ പോവാണ്. അയ്യോ, സൂര്യനെ കുതിച്ച് വരണേ ഉള്ളൂ, വെയിലൊക്കെ ആവണേ ഉള്ളൂ. മിക്കുട്ടി അയ്യോ പട്ടി. രാവിലെ ഒന്നാമത്തെ പ്രശ്നം പട്ടി ഉണ്ടോ? അയ്യോ ഇവിടെ എന്താണ് ഡ്രസ്സിലൊക്കെ ചെളിയായി. ഇത്ര പെട്ടെന്നായ അവിടെ ഒരു ബോട്ട് നോക്ക്. കല്ല് ഇളകുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. സൂപ്പർ കേവ്. ആമിക്കുട്ടിക്ക് സുഖമായിട്ട് പോരാ. എന്ത് പണിയായിട്ടും പോകണം. ആമി ഇറങ്ങിയാലും എനിക്ക് ഇറങ്ങൂടെ. ഗാഡായിട്ടെന്ന് തോന്നുന്നു വരുന്നുണ്ട്. എന്താ രാവിലെ പോയല്ലോ. ഇത് തന്നെ അതാണോ കേവ് ആമി കണ്ടത്? പിന്നെന്താ അതിലിപ്പോ പറ്റില്ല. ഇരിക്കാം. ശരിക്കും കുറച്ചും കൂടി ഉള്ളിലേക്ക് പോവാമായിരുന്നു അല്ലേ ഏട്ടാ? പക്ഷെ അവിടെ വെള്ളം നിറഞ്ഞിരിക്കണാണ്. ഇപ്പൊ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അടിപൊളിയാണ്. എന്നാലും ഇവിടെ അടിപൊളിയാ. സൂപ്പർ. ഹായ് പറ.
പ്രൊഫൈൽ ഇട്ടോ കുറച്ചുകൂടെ ലെങ്കി കിട്ടും. ആ വെള്ളത്തിൽ അവിടെ ഇറങ്ങാൻ പാടുള്ളൂ. ഇവിടെ നോക്കിയേ, വീഴും വീഴും. എന്നിട്ട് നേരെ ഫോട്ടോ എടുക്കണേ. ആമിക്കോട്ടെ എങ്ങോട്ട് വേടാ? നമ്മൾ മാത്രമേ ഉള്ളൂ, അധികം പേരൊന്നുമില്ല. ഇതൊക്കെ ഒരേ ബീച്ചോ ഞാനെന്താ പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇവിടെ അധികം തിരക്കില്ല, അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരുണ്ടെന്നാണ്. പക്ഷെ അടിപൊളി വ്യൂ, ഫോട്ടോസിനും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല വ്യൂ. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ എൻജോയ് ചെയ്ത് പോകാം, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അടിച്ചൊളിച്ച് പോകാം. അങ്ങനെ ഒരു സ്ഥലം അടിപൊളി. എൻ്റെ കാലിന് കുറച്ച് വെള്ളം, ഈ ആമീനെ കൊണ്ട് വെള്ളത്തിൽ പോയതാ. ഞാൻ വെള്ളം ചാടണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ വെള്ളത്തിൽ ഈ ആമിക്കുട്ടി കാരണമല്ലടാ എൻ്റെ മേത്തും വെള്ളം വീണത്. ആമയ്ക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് ഇനി നമ്മൾ വേറെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത സ്പോട്ടിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ 10-15 ബീച്ചുണ്ട്. എല്ലായിടത്തും നമുക്ക് എത്താൻ സമയം പറ്റില്ല. അതുപോലെ ബീച്ച് മാത്രം പോയി ബോറടിക്കും. എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? ഇവിടെ നല്ല സ്മെല്ലല്ലേ, നല്ല കുന്തിരിക്കത്തിൻ്റെയൊക്കെ സ്മെല്ല്. ഞാൻ പറയാം देखो शॉपिंग करना तो सब बैग्स वगैरह चाहिए. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറന്മുള ബീച്ച്, ആറന്മുള മൗണ്ടെയിൻ റോക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ കുറച്ചുള്ളിലേക്ക് വരണം, കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ നടക്കാൻ പറ്റിയ സൂപ്പർ വൈബ് അല്ലേ, അടിപൊളി. ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക ഗൈസ്. നല്ല വ്യൂ ആയിരിക്കും. ലൈറ്റിൽ നമുക്കത് ഇതിൽ കൂടി കയറിയിട്ട് ആ മൗണ്ടെയിൻ്റെ മുകളിൽ പോവാം. പക്ഷെ ഇതിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കയറാൻ പറ്റില്ല എന്നല്ല, അപ്പ് ആൻഡ് ഡൗൺ ഇവിടെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുകയാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു വഴി പറഞ്ഞാൽ ഈ വഴി കൂടെ പോയാൽ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ അവിടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടി കയറിയാണ് വന്നത്. ഇനി എന്തോരം കയറാൻ കിടക്കുന്നത്. Oh my God. ഇപ്പം തന്നെ ഞാൻ അണച്ചു, വണ്ണം കുറയും. അയ്യോ അണച്ചു അണച്ചു.
ഏട്ടാ ഇനി നേരെ തന്നെയല്ലേ ഏട്ടാ? നേരെ തന്നെയാണോ? ആരും പോകുന്നില്ലല്ലോ. സൂക്ഷിച്ച് പതുക്കെ ഒന്ന് അതിട്ടാണ് ധൃതി പിടിക്കണ്ട. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. അമ്മ അടിപൊളി ന്യൂസ്. ആ എല്ലാരും സ്ലിപ്പായി. സ്ലിപ്പായെങ്കിൽ സൂപ്പറായിട്ട് എത്തിയല്ലേ? അടിപൊളി വ്യൂ. താഴെ പിന്നെയല്ലേ ഇറങ്ങുന്നേ. അപ്പൊ നമുക്ക് ഇന്ന വ്യൂസ് ആണ്. ക്യാപ്പാണോ? ക്യാപ്പാണോ? ഇനി നമുക്കത് അങ്ങോട്ടേക്ക് വേണ്ടേ? ആമ ഒറ്റക്ക് പോകലേട്ട്. അച്ഛ പോയി നോക്കിച്ചും വന്നിട്ട് സേഫ് ആണെങ്കിൽ നമുക്ക് പോവാം. ഇങ്ങോട്ട് വരാൻ കുറേ വഴികളുണ്ടല്ലേ? പക്ഷേ ഇത് കുറച്ച് റിസ്ക് ആട്ടോ. അതാണ് പുള്ളി പറഞ്ഞത്. കണ്ടോ, നമ്മൾ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ നേരെ പോകും. ആ കല്ലാണ്. പിന്നെ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാം. അതിൻ്റെയൊക്കെ പോയി കളിച്ച് അടിപൊളിയായിരിക്കും. അവിടെയൊക്കെ പോവാം. നമ്മളിവിടെ നിന്നിട്ട് ഇതിൻ്റെ ഭംഗി ഫുള്ള് കാണണ്ട ആദ്യം. അന്ന് ഡാൻസ് ചെയ്യാന്ന് കാണട്ടെ. ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, കളിപ്പില്ലല്ലോ. ഇതാണ് ഡാൻസ്. അടിപൊളി. തിരി രണ്ടും തിരി ഇങ്ങോട്ട് ക്യാമറ തിരി. ഈ ക്യാബിലൊന്ന് അത്രയും പുള്ളി പോകണ്ട കേട്ടോ. അവിടെ ഇടുക്കാണ്. നോക്കി അങ്ങോട്ട്. നീ വെളുത്തതാണ്, നിനക്ക് പേടിക്കണ്ടേ? ഞങ്ങളുടെ കാര്യം തന്നെയല്ലേ. ഗോവ സ്പെഷ്യൽ മസാല ടീ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കണല്ലേ? എന്തോ ബ്രേക്ക്ഫാസ്റ്റാ? എന്തോ കുട്ടി പറഞ്ഞേക്കണേ? സാൻഡ്വിച്ച്. ഞാൻ ചിക്കൻ പൊറോട്ട. വെജാ നമ്മൾ പറഞ്ഞേക്കണേ? ചിക്കൻ നീ നന്നായിരുന്നു. എൻ്റെ പൊന്നുപോലെ നന്നായി വിചാരിച്ചു വെജൊക്കെ കഴിച്ചിട്ട്. വെജല്ല നോൺ വെജ്. വെറുതെ ടെൻഷൻ എടുക്കുന്നല്ലേ? അല്ല നോൺ വെജ്. ഇവിടെ വെജ് ഇല്ലടാ പൊന്നെ, നോൺ വെജ് ആണോ?
കറക്റ്റ് നോക്കാനൊന്നുമില്ല. നല്ല അടിപൊളി അല്ലേ? നല്ല ആംബിയൻസ്, നല്ല നല്ല സ്മെല്ല്. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ചന്ദനത്തിലേക്കൊക്കെ എത്തിച്ചിട്ട് നല്ല സ്മെല്ല്. വേണ്ട, അത് തൊടണ്ട, അതെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. വേണ്ട, നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തു, ഇനിയിപ്പോൾ അത് മാറ്റാനും പറ്റില്ല. അതല്ല ഞാൻ കാണിച്ചു തരാം. വെച്ചല്ല, നിനക്ക് എന്തൊക്കെ വരുമ്പോൾ അറിയാമല്ലോ. ഉണ്ടാക്കുക, നമ്മുടെ ബ്രെഡൊക്കെ എടുത്ത് ഉണ്ടാക്കുക അവിടെ. വാട്ട് ഓംപ്ലേറ്റോ ചീസോ കഴിക്കും. നോക്കട്ടെ ഞാനത്. ഞാൻ കഴിച്ചു നോക്കട്ടെ. അമ്മയുടെ ഇവിടെ ഇത് ഇങ്ങനെയല്ല, ബ്രെഡിൻ്റെ കൂടെ കഴിക്കണം. അങ്ങനെ 2024 ഇന്നത്തോടു കൂടി കഴിയണം. ഇനി 2025 2025 ഇല്ലേ? 2024 ഇനി വരില്ല, പോയത് അതിന് ഓർമ്മയാവും. ബാമിക്ക് എങ്ങനെ 2024 ഇഷ്ടമായിരുന്നോ? ഹാപ്പി ആയിരുന്നോ? എന്താ ഹാപ്പി ആവാൻ കാരണമുണ്ടോ? ഇയർ അടിപൊളിയായിരുന്നു. കേരളത്തിലേക്ക് വന്നാണോ? കേരളത്തിലേക്ക് വന്ന് പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്ത് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെ പുതിയ ടീച്ചേഴ്സ്, ഒരുപാട് കാര്യമല്ലേ. വേറൊരു പുതിയ സ്കൂളിൽ അപ്പം അതുകൊണ്ട് ആൺകുട്ടി ഹാപ്പിയാണല്ലേ. പക്ഷെ അമ്മക്ക് 2024 എങ്ങനെ കഴിഞ്ഞു പോയാൽ മതിയല്ലോ, ഇഷ്ടമായിരുന്നില്ല. 2024 ഓർക്കാൻ നല്ലത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന എന്തൊക്കെയോ ഉണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ സന്തോഷത്തെക്കാൾ കൂടുതൽ നമുക്ക് 2024 ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. ഒരുപാട് നമ്മൾക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തരാത്ത കുറേ കാര്യങ്ങളൊക്കെ നടന്നത് 2024 ലൈഫിൽ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഇത് വന്നത് 2024 അതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഓർക്കാൻ നല്ലതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഓർത്തെടുക്കാൻ. അത്രയ്ക്ക് മോശം ഒരു വർഷമായിരുന്നു 2024. അപ്പോൾ 2024 പോവാണ്. ഈ 2025 നല്ലതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ 2025 വരവേൽക്കുന്നത് അല്ലേ. 2025 അടിപൊളിയായിരിക്കും എന്നൊരു പ്രതീക്ഷയും ഞങ്ങൾ 2025 വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും, എന്നെ അറിയുന്ന, എൻ്റെ ഫാമിലി അറിയുന്ന, ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കും 2025 അടിപൊളിയായിരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ആമിക്കുട്ടി പറ, ഉറക്കെ പറ, ഹാപ്പി ന്യൂ ഇയർ. സാൻഡ്വിച്ച്, ആമിക്ക് സ്പെഷ്യൽ ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ പറാത്ത. സൂപ്പർ. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. വെഗേറ്റർ ബീച്ച്. നമ്മൾ വെഗേറ്റർ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഫോർട്ടിലേക്ക് പോയി. കല്ലിൽ ശിവൻ്റെ രൂപമോ? ഫോർട്ടിലേക്ക് പോയി. പക്ഷെ നമ്മൾ ഫോർട്ടിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ പോയായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണ പോയെടുത്ത് നമ്മൾ ഇത്തവണ പോകുന്നില്ല. ഇപ്പം ഇവിടെ വെഗേറ്റർ ബീച്ചിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരു കല്ലിൽ ശിവൻ്റെ രൂപം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റ് ടൈമാണ് വരുന്നത്, നോക്കട്ടെ എന്താണ്. ഇവിടെ ഈ കാടിനുള്ളിലത്തെ സ്ഥലത്തെ കൂടെയൊക്കെ നടന്നു പോകണേ ബീച്ചിലേക്ക്. അമ്മേ
റിസോർട്ട് പണിയാണോ? നല്ലൊരു റിസോർട്ടാണോ? കിട്ടില്ല വ്യൂ ആയിരിക്കും കേട്ടോ. ഭയങ്കര തിരക്കായിരിക്കും ഈ ടൈമിലൊക്കെ. കൺഫ്യൂഷൻ ഏതിലെ കൂടിയാണോ പോണ്ടേ? ഇതിലെ കൂടി പോ. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ആ പാട്ടൊക്കെ പാടിട്ട് പോ. കുറേ വഴികളുണ്ടല്ലോ അതിലെ കൂടി. അയ്യോ അച്ചോട് നമ്മളെ അച്ചോടെ അതൊക്കെ പോയാൽ മതി. ധൃതി ഒന്നും പിടിക്കണം. അതൊക്കെ ഇറങ്ങി. ഇതിൽ സ്റ്റെപ്പ് ഇറങ്ങാത്ര കുട്ടൻ്റെ ഒരു കാര്യം. ഫുൾ ഓഫ് നമ്പർ. ഗാർഡും മലയൊക്കെ താണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് താഴത്തെ ഒരു ചട്ടം പറയണത്. നമുക്കിതേ ഇപ്പുറത്തെ കൂടെ സ്ട്രൈറ്റ് റോഡ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി അടിച്ചാണ്. അവളെ വെറൈറ്റി അടിച്ച് കാട്ടിക്കൂടെ ഒക്കെ വന്നത്. നമ്മൾ ആ എൻട്രിയിൽ ചോദിച്ചപ്പോൾ അടുത്ത ചേട്ടൻ പറഞ്ഞു ഇതാണ് വഴി എന്ന് പറഞ്ഞു. നമ്മൾ അതുകൊണ്ട് അതിൽ കൂടി പോകുന്നത്. പക്ഷെ അതല്ലായിരുന്നു, വേറെ വഴി ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ എത്തിയാൽ പോരെ. കാട്ടിൽ കൂടെ ഒക്കെ പോയി വരുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ അല്ലേ ആമി? അതെ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്ക്. കാണുന്നുണ്ടല്ലോ. നോക്ക് എന്തൊക്കെയുള്ള ഇവിടെ. കൊള്ളാം. സൂപ്പർ റിസോർട്ട്. അടിപൊളി വ്യൂ. ഹായ് നല്ല ഭംഗിയല്ലേ ഏട്ടാ അത്. അവിടെ നല്ല രസമില്ലത് ആ റിസോർട്ട്. സൂപ്പർ. ഇത് കണ്ടോ? ഇത് ശിവന്റെ ഫേസ് ആണ്. പക്ഷെ മൂക്കിന്റെ ആ ഭാഗം വരെ വത്തിട്ടുള്ളൂ. അത് മുങ്ങിപ്പോയി. പക്ഷെ അത്ഭുതം കണ്ടോ? ശിവന്റെ അടുത്ത് തന്നെ നന്ദിയിരിക്കുന്ന മറ്റേ കാള അല്ലേ? കാള. പ്രാർത്ഥിക്കാമേ. നന്ദിയിരിക്കണോ ശിവഭഗവാൻ. ശിവന്റെ ഫേസ്, ആ ഫേസ് മണ്ണിന്റെ അടി താന്നു പോയി. അല്ലെങ്കിൽ നമുക്കത് കാണാമായിരുന്നു. പക്ഷെ ഇതേ നന്ദി അടുത്തുണ്ട്. അതുപോലെ അതേ അപ്പുറത്തേക്ക് ആ ഇത് ശരിക്കും അത്ഭുതങ്ങളെന്നൊക്കെ പറഞ്ഞ ഇതാണ്. ശരിപ്പെട്ട് പോലാമോ? ഇവിടെ ഫോറിനേഴ്സാണ് കൂടുതലുള്ളത്. ഇവിടെ വെയിൽ രക്ഷയില്ല കേട്ടോ. സൂപ്പർ വെയിൽ. കണ്ണടിച്ചു പോകുന്നു. ഇവിടെ മീനുണ്ട് കേട്ടോ. അതിനുള്ളിൽ മീനുണ്ട്. മീനുണ്ട്, ഞണ്ടുണ്ട്. അടിപൊളി. മീന് അവിടെ ചാടിയിട്ടുണ്ട്. എന്താണ്? അയ്യോ എനിക്ക് ടച്ച് ചെയ്യണ്ട. ആ ഷെല്ലില്ലേ, ഈ ഷെല്ല് അതിന്റെ ഇവിടെ. മീനാ? മീനല്ല, ഞണ്ടോ? കാണിച്ചു തരാം. അമ്മ കുഞ്ഞി പറഞ്ഞോ, കേക്കുന്നുണ്ട്. കുഞ്ഞമ്മ ഇത്ര കുഞ്ഞായിട്ടുള്ളൂ. ഇങ്ങനെ കടിക്കാൻ സാധനമില്ലേ, അതാണ് ഞണ്ട്. അതിന്റെ കയ്യ് നമ്മുടെ ബാക്കിൽ ഫോറിനേഴ്സ് ഉണ്ട്. അവർക്ക് നമുക്ക് വേഗം കൊടുക്കാം.
ആമി ആ ഫോറിനേഴ്സിന്റെ ബാക്കിൽ വെച്ച് പിടിക്കുന്നു. പോക്കോ പോക്കോ അവിടെ പോയിക്കോ. വളർന്ന് വലുതാവുമ്പോൾ ഞാൻ വരാം. അവരൊക്കെ എന്ത് പപ്പടം പോലെയാണ് കയറി പോണേ. നമുക്ക് വലിയണില്ല. മതിയായി ഗൈസ്, ഫുൾ ഓഫ് ടയേർഡ്. ആമി നമ്മളിപ്പോ എവിടെ എത്തി? ഗോവ ബീച്ചിൽ കിടന്ന് തകർത്ത് ആമയുടെ ചെരുപ്പിന്റെ കോലം. അമ്മയുടെ പിങ്കായിന് ഇപ്പം നോക്കിയേ. ബീച്ചില് നമ്മള് തകർത്തല്ലേ. ഇനിയിപ്പോ 3 മണിയായി. ഇനി റൂമിൽ കുറച്ച് റെസ്റ്റ് എടുക്കും. നമ്മൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. കണ്ടിന്യൂസ് കറങ്ങാൻ പാടില്ല. എനിക്ക് കൊടുക്കാം, ഞാൻ കൊടുത്തിട്ടില്ല. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് ഒരു 5 o'clock ആവുമ്പോൾ നമുക്ക് ഇറങ്ങാം. അത് മതി. പറ്റൂലല്ലാണ്ട് ഇന്ന് രാത്രിയൊക്കെ ഭയങ്കര ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടാവും. നമുക്ക് ന്യൂ ഇയർ കാണാനല്ലേ വന്നു. ഇവിടുത്തെ ന്യൂ ഇയർ എങ്ങനെയാണെന്ന് അത് നമുക്ക് രാത്രി ആയിരിക്കും. നമുക്ക് ബാഗ ബീച്ചിലൊക്കെ പോകണം രാത്രി. അച്ഛൻ പൂള് കാണാൻ പോണം. ഇടത്തോടെ പൂളിടും. റെസ്റ്റ് എടുക്കുന്ന എങ്ങനെയൊക്കെയാണ് കാണുന്നത്. ആമി ഇന്നപ്പത്ത് പുറത്ത് ഇവിടെ കടക്കുരിച്ച് തരാം. ഓക്കെ തുറക്കണ്ടേ? അതിനെന്തായാലും എടുത്തു കഴിഞ്ഞാൽ ചാർജബിൾ ആട്ടോ. ഇവിടെ എന്താ കാണിക്കുന്നേ? ബെഡ് അവിടെ. അപ്പൊ ആമിക്കുട്ടിക്ക് കിടക്കാനുള്ള ബെഡാണ് കേട്ടോ. ആമിന്ന് ഇവിടെ ഞാനോടെ അമ്മയോടെ സച്ചിയോടെ. ആണോ? ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. നീ ചോക്ലേറ്റ്സ് മാംഗോ ഇതൊക്കെ നമ്മൾ ശരിക്കും മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി അവര് ചെയ്ത് വെച്ചേക്കാം. എനിക്ക് ഇവളുടെ മുഖം എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ അറിയാണ്ട് കിൻഡർ ജോയും ഡയറി മിൽക്കും ഒക്കെ നേരത്തെ കഴിക്കാൻ. ഇഷ്ടപ്പെട്ടു.